ഹായ് ചങ്കോളെ, മൺസൂൺ കാലാവസ്ഥകൾ ആസ്വദിച്ച് ട്രെയിൻ യാത്ര പോകുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ചങ്ക് ഷിഹാബും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീ ഉള്ള ടൈമിൽ നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്നും 5 മണിക്ക് എടുക്കുന്ന ട്രെയിനിൽ കയറി തിരൂരിലേക്കാണ് കേട്ടോ യാത്ര പോകുന്നത്. ആരെയും കണ്ണച്ചിപ്പിക്കുന്ന വിസ്മയങ്ങളോടെ പ്രകൃതി സുന്ദരമായിരിക്കുന്നു കേട്ടോ. പുറം കാഴ്ചകളെല്ലാം ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവല്. വെറുതെ ചടഞ്ഞു കൂടിയിരുന്ന് ടെൻഷൻ അടിച്ചിരിക്കാതെ ഇതുപോലെയുള്ള പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കണം കേട്ടോ. ഈ കാണുന്ന മനോഹരമായ ഇടം താമര കൃഷികൾ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടുന്നാണ് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തേക്കും വിവിധ സ്ഥലങ്ങളിലേക്ക് താമരകൾ പോകുന്നത് കേട്ടോ. പല വ്യക്തികൾക്കും മൺസൂൺ സമയങ്ങളിലെ ആസ്വാദനം പല രൂപത്തിലായിരിക്കും അല്ലേ. ചിലവർക്ക് മീൻ പിടിക്കുന്നതായിരിക്കും, ചിലവർക്ക് കുളത്തിൽ കുളിക്കുന്നതായിരിക്കും. ദേ കണ്ട തിരുനാവായ എന്ന സ്ഥലത്ത് കുട്ടികൾ മഴയത്ത് ഫുട്ബോൾ കളിക്കുന്നത്, അവരെ കിട്ടുന്ന മനസ്സിൽ കിട്ടുന്ന ഒരു ഹാപ്പി ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു വൈബാണല്ലേ. നമ്മുടെ ടെൻഷനുള്ള സമയങ്ങളിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് സന്തോഷം കിട്ടുന്ന ഏത് ചെറിയ കാര്യങ്ങളായാലും അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണുണ്ടോ. അപ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് നമ്മുടെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കാൻ പോകരുതുണ്ടോ. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ ചങ്കോള, ഈ മൺസൂൺ സമയത്ത് നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തിരൂർ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി, പെരുന്നാളായതുകൊണ്ട് തന്നെ ചങ്ക് ഷിഹാബ് ചങ്ക് സമദിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഷർട്ട് പീസ് എടുക്കുന്നത് കേട്ടോ. ഷർട്ട് പീസ് എടുക്കുന്നവർക്ക് ഒത്തിരി കളക്ഷനുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ചങ്ക് സമദിൻ്റെ കേട്ടോ. പിന്നെ എനിക്ക് തിരൂരിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈവനിങ് സമയം ചായയും ഉപ്പുമാവുമാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല കേട്ടോ. പിന്നെ 6:30 ട്രെയിന് തിരിച്ച് നാട്ടിലേക്ക്.